നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരേ അമൃതകലശഹസ്തായ സർവാമയവിനാശനായ ത്രൈലോക്യനാഥായ ശ്രീ മഹാവിഷ്ണവേ നമഃ. ജ്ഞാനപ്പാന 12ാമത്തെ ഭാഗം തുടരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് അറിവൊക്കെ നേടി, വിദ്യ കൊണ്ട് എന്താണ് അറിയേണ്ടത് എന്ന് അറിയാതെ കുറേ അറിവ് നേടി എന്നതിൽ അഭിമാനിച്ച് നടക്കുന്നു. ഇനി കുങ്കുമത്തിൻ്റെ സുഗന്ധം പോലും അറിയാതെ ഗർദ്ധപം കഴുത അതിൻ്റെ പുറത്ത് അത് ചുമക്കുന്നു, കുങ്കുമത്തിൻ്റെ ഭണ്ണം ചുമക്കുന്നു. എന്താണ് ചുമക്കുന്നത് എന്ന് കഴുത അറിയുന്നില്ല. കൃഷ്ണ കൃഷ്ണ നിരൂപിച്ച് കാണുമ്പോൾ തൃഷ്ണ കൊണ്ടേ ഭ്രമിക്കുന്നത്. നമ്മളുടെ ഒരു ഭ്രമം, ഈ ഭ്രമം മുഴുവൻ വന്നത് നമ്മളുടെ ആഗ്രഹങ്ങൾ കൊണ്ട് മാത്രമല്ലേ എന്ന് ഞാൻ ചിന്തിച്ചു പോകുന്നു എന്നാണ് നമ്മൾ അവസാനിപ്പിച്ചത്. ഇനി വൈരാഗ്യം ആണ് ഈ ഭാഗത്തിനെ പറയുന്നത്. നമ്മളുടെ ജീവിതത്തിലുള്ള ഓരോ വിഡ്ഢിത്തരങ്ങൾ, നമ്മളുടെ ചിന്താഗതികൾ വിഡ്ഢിത്തരങ്ങൾ വിളിച്ചു പറയുക തന്നെയാണ് ചെയ്യുന്നത്. ഇതൊക്കെ കേട്ടിട്ടെങ്കിലും മനുഷ്യന് കുറച്ചെങ്കിലും ചിന്ത വരികയാണെങ്കിൽ അത് അത്രയും നല്ലതാണ് എന്ന് കവി വിചാരിക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ നമ്മൾ അങ്ങനെ മാറി ചിന്തിക്കണം. ഈ പറയുന്നതെല്ലാം സത്യമാണല്ലോ എന്നൊരു ചിന്താഗതി വരണം. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇത് പഠിച്ചുകൊണ്ട് വലിയ കാര്യമൊന്നും ഉണ്ടായില്ല. ജ്ഞാനപ്പാന കേട്ടു, അർത്ഥം കേട്ടു, അതൊക്കെ ഈ ചെവി കൂടെ കേട്ട് മറ്റേ ചെവി കൂടെ വിട്ടു എന്നുള്ളതുകൊണ്ട് കാര്യമില്ല. എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ, ഇപ്പോൾ മുസ്ലിംസ് ആണെങ്കിൽ പള്ളിയിൽ വാങ്ക് കൊടുക്കുന്നുണ്ടല്ലോ, അതേപോലെ തന്നെ എല്ലാ റോഡിൻ്റെ 4 കൂടിയ ജംഗ്ഷനിലും ഈ ജ്ഞാനപ്പാനയിലെ തത്വങ്ങൾ വെച്ച് എല്ലാവരും കേൾക്കണം എന്നാണ് അഭിപ്രായം. എന്നിട്ട് കുറേ ഉൾക്കൊള്ളണം. ഇപ്പം ജ്ഞാനപ്പാന വെച്ചാണ് ഗുരുവായൂർ അമ്പലമൊക്കെ തുറക്കുമ്പോഴേക്കും ഇതാണ് വെക്കുന്നത്. അത്രയും ജനങ്ങൾ, കോടാനുകോടി ജനങ്ങൾ അവിടെ എത്തുമ്പോൾ അവരെല്ലാവരും ഇത് ഉറക്കിയ ഉച്ചഭാഷണിയിൽ കൂടെ വരുമ്പോൾ നമ്മൾ എന്തായാലും അറിയാതെങ്കിലും അത് ജപിച്ചു പോവും. പക്ഷേ അതിൽ അർത്ഥം ഉൾക്കൊള്ളും കൂടെ വേണം. ഇന്നത്തെ സത്യാവസ്ഥകൾ വരച്ച് കാട്ടാണ്. എണ്ണി എണ്ണി കുറയുന്നിതായുസ്സും മണ്ടി മണ്ടിക്കരേറുന്നു മോഹവും. നമ്മളുടെ ആയുസ് ഓരോ ദിവസം കഴിയുന്തോറും താഴത്തേക്കാണ്, മൈനസ്സാണ് വരിക. അതായത് ഒരു ദിവസം കഴിഞ്ഞു, ഇത്രയും ആയുസ് ഭഗവാൻ നിശ്ചയിച്ചിട്ടുണ്ട്, അതിൽ ഇന്നലെ കഴിഞ്ഞു, ഇനി ഇന്ന് രാത്രി കഴിഞ്ഞാൽ ഒരു സ്റ്റെപ്പും കൂടെ താഴേക്കാണ് പോകുന്നത്. എന്നാലും മോഹങ്ങളോ മണ്ടി കരേറാണ്. നാളെ അത് ചെയ്തു തീർക്കണം, അടുത്ത ദിവസം അടുത്തത് ചെയ്തു തീർക്കണം. ഇനി അടുത്ത മാസത്തെ പ്ലാൻ ഇതാണ്, അടുത്ത വർഷമാകുമ്പോഴേക്കും 2-3 വർഷത്തിനുള്ളിൽ കുറച്ചും കൂടെയൊക്കെ സമ്പാദിച്ച് എനിക്ക് നല്ലൊരു വീട് വെക്കണം. ഒരു വീട് വെച്ചാൽ തോന്നും, ഒരു വീട് ഇനിയിപ്പോൾ കുട്ടികളൊക്കെ വലുതായി കഴിഞ്ഞാൽ അവർക്കൊക്കെ വേണ്ടേ. ഇപ്പോൾ സ്ത്രീധനം എന്ന് പറഞ്ഞില്ലെങ്കിൽ പോലും മക്കൾക്കൊക്കെ ഓരോ വീട് വെച്ച് കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞു വെച്ചാൽ വളരെ നല്ലതല്ലേ. അങ്ങനെ നമ്മുടെ ആഗ്രഹങ്ങൾ, ഇന്നലെ പറഞ്ഞ പോലെ 10 കെട്ടുകൾ 100 മതിയെന്നും ശതമാകിൽ സഹസ്രം മതിയെന്നും, അതേപോലെ നമ്മളുടെ ആഗ്രഹങ്ങൾ ഇങ്ങനെ കൂടി വരും. എന്നിട്ടോ നമ്മുടെ ജീവിതം അവസാനിക്കാനായി, വാർദ്ധക്യത്തിലെത്തിയപ്പോൾ നമ്മളെല്ലാം, എല്ലാവരും അല്ലാട്ടോ ഇത് കേൾക്കുന്നവരല്ല, ചൊല്ലുന്ന ഞാൻ എന്ന് പറയാം, വാർദ്ധക്യാവസ്ഥയാണ് ഇപ്പം. അപ്പോഴോ നമ്മൾക്ക് ഓടി നടന്ന് കാര്യങ്ങളെല്ലാം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഒരു 10 കൊല്ലം മുന്നേ എങ്ങനെയായിരുന്നോ നമ്മൾ ചെയ്തിരുന്നേ അതേപോലെ ഓടി നടന്ന് എല്ലാ കാര്യവും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ കണ്ണും കയ്യും കാതും ഒന്നും വിളിച്ചോടത്തേക്ക് വരുന്നില്ല, എല്ലാം അനുസരണക്കേടാ. അപ്പം എന്താണ്, നമ്മൾക്കാണെങ്കിൽ മനക്കോട്ട കൂടി വരികയാണ്. വാർദ്ധക്യം കൂടെ ആകുമ്പോൾ പിന്നെ മക്കളൊക്കെ വലുതായി, മക്കൾക്കൊക്കെ ഒരു നിലയായി, അവരവരുടേതായിട്ട് ജീവിക്കുന്നു. ഇനി നമ്മുടെ മനസ്സിന് ഇഷ്ടം പോലെ ചിന്തകൾ എടുത്തു വിടാം. ആ ചിന്തകൾ ഇങ്ങനെ നമ്മുടെ മനസ്സിൽ കൂടി വരുന്നു, പക്ഷേ എത്തുന്നുമില്ല. അതൊന്നും ചെയ്തു തീർക്കാനായിട്ട് നമുക്ക് പറ്റുന്നു. ഇന്നത്തെ അവസ്ഥ അതല്ലേ. ഒരു വലിയ വീടുണ്ടാവും അല്ലേ, വലിയ തറവാടൊക്കെ ആണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട, അച്ഛനും അമ്മയും മാത്രം ജീവിക്കുകയാണ്. അപ്പോൾ എന്താണ് ചിന്തിക്കുന്നത്? ഇനി ഓരോരോ ചിന്താഗതികൾ പറയുകയാണ് നമ്മളുടെ, പ്രത്യേകിച്ചും വെറുതെ ഇരിക്കുന്നവരുടെ, വയസ്സ് വേണമെന്നില്ല, വെറുതെ ഇരിക്കുന്നവരുടെ ചിന്തയാണ്. വയസ്സായവരുടെ ചിന്താഗതി ഇങ്ങനെ തന്നെ ആയിരിക്കാൻ ചാൻസുമുണ്ട്. മറ്റുള്ളവർ കുറച്ച് ബിസി ആയിരിക്കുമല്ലോ അവരുടെ ജോലികളിലും ഇതൊക്കെ. നമ്മൾ റിട്ടയേർഡ് ലൈഫൊക്കെ ആസ്വദിച്ച് ഇരിക്കുമ്പോൾ നമ്മൾക്കൊന്നും ചെയ്യാനില്ല, ആധ്യാത്മികതയൊന്നും നമ്മുടെ അടുത്ത് കൂടെ പോയിട്ടില്ല. അപ്പോൾ പിന്നെ നമുക്ക് എന്താ ചെയ്യേണ്ടത്, രാവിലെ എണീറ്റാൽ ഒന്നും അറിയില്ല, എന്ത് ചെയ്യണമെന്ന് പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നുമില്ല. അങ്ങനെ എണീറ്റു, രാവിലെ എണീക്കുന്നു, അവനവൻ്റെ കാര്യങ്ങൾ തീർക്കുന്നു,
ചായ കുടിക്കുന്നു, പത്രം വായിക്കുന്നു, അങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ചിന്തിക്കുകയാണ്, വന്നു ഓണം കഴിഞ്ഞു വിഷുവെന്നും വന്നില്ലല്ലോ തിരുവാതിരയെന്നും കുംഭമാസത്തിലാകുന്നു നമ്മുടെ ജന്മനക്ഷത്രമശ്വതി നാളെന്നും. ഓ, വന്നു ഓണം, കഴിഞ്ഞു വിഷു. ഏപ്രിൽ വിഷു കഴിഞ്ഞു, ഇനി നമുക്കും വരാൻ പോണത് ഓണം തന്നെയാണ് അല്ലേ. ഇങ്ങനെയുള്ള ആഘോഷങ്ങളെ പറ്റിയിട്ട് ഇനി വന്നില്ലല്ലോ തിരുവാതിര വരണമെങ്കിൽ ഇനി ജനുവരി ആവണമല്ലേ. ഇനിയോ കുംഭമാസത്തിലാകുന്നു നമ്മുടെ ജന്മനക്ഷത്രം അശ്വതി നാളെന്നും. ഈ ഒരു വരിയിൽ നിന്ന് ഇത് എഴുതിയ പൂന്താനം നമ്പൂതിരിയുടെ ജന്മനക്ഷത്രം അശ്വതിയാണ് എന്നും പറയപ്പെടുന്നുണ്ട്, അല്ലാതെ ആർക്കും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് പേര് പോലും പലർക്കും അറിയില്ല എന്ന് പറഞ്ഞ പോലെ നാളും അറിയില്ല. പക്ഷേ ഇത് എഴുതിയത് കൊണ്ട് ചിലർ അങ്ങനെ വിചാരിക്കുന്നുണ്ട് അത്ര, ഇതായിരിക്കാം അദ്ദേഹത്തിൻ്റെ നാൾ എന്ന്. ജനങ്ങളെ പറ്റിയാണ് പറഞ്ഞതെങ്കിൽ പോലും കുംഭമാസത്തിൽ എൻ്റെ പിറന്നാൾ വരുന്നുണ്ട്, എനിക്കിനിയിപ്പോൾ അത് കൂടാൻ പറ്റുമോ? പ്രത്യേകിച്ച് ഇപ്പം ആഘോഷങ്ങളുടെ ഒരു തിരുതകൃതി. 60 ആഘോഷിക്കണം, ഷഷ്ടിപൂർത്തി ആഘോഷിക്കണം, സപ്തതി ആഘോഷിക്കണം, 80 ആഘോഷിക്കണം, 100 പിന്നെ പറയും വേണ്ട. ലോകർക്ക് മുഴുവനും സദ്യ കൊടുത്ത് ആഘോഷിക്കുക തന്നെ വേണം. ആഘോഷം എന്നുള്ളതിൽ വേറെ ഒരു ചെറിയ അർത്ഥം ഇന്നത്തെ യുവതലമുറയ്ക്കുണ്ട്. അതും ചിലപ്പോൾ ആവും, കാരണം എല്ലാവരും കൂടെ കൂടുകയല്ലേ. അപ്പോൾ ആഘോഷത്തിൻ്റെ ഒരു കളിയാണ് അവിടെ. ഇങ്ങനെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഓണം കഴിഞ്ഞു, വിഷു വരുന്നുണ്ട്, അത് കഴിഞ്ഞാലല്ലേ തിരുവാതിരയണല്ലേ. ഇതൊക്കെ എനിക്ക് ആഘോഷിക്കാൻ പറ്റില്ലേ എന്ന് ചിന്തിക്കുകയാണ് വയസ്സുകാലത്ത്. ശ്രാദ്ധമുണ്ടഹോ വൃശ്ചിക മാസത്തിൽ സദ്യയൊന്നു മെളുതല്ലിനി എന്നും. ഓ, വൃശ്ചിക മാസത്തിൽ ആരുടെയോ ശ്രാദ്ധം ഉണ്ടല്ലോ, പൂർവികരുടെ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ ആയിരിക്കും. നമുക്കോ വയസ്സായല്ലോ, അപ്പോൾ സദ്യയൊക്കെ ഉണ്ണാൻ പറ്റുമോ? വയസ്സായി, നമുക്കും അസുഖങ്ങളുണ്ട്, ഷുഗറുണ്ട്, പായസം കുടിക്കാൻ പറ്റുമോ? ഇതൊക്കെയാണ് ചിന്തിക്കുന്നത്. അങ്ങനെ സദ്യയൊക്കെ ഉണ്ടല്ലോ, എനിക്ക് പറ്റുമോ ഇതൊക്കെ കഴിക്കാൻ? വെറുതെ ഇങ്ങനെ ചിന്തകൾ ഇങ്ങനെ കൂടി വരികയാണ്. അങ്ങനെ വെറുതെ നമ്മൾ സമയം കളയുകയാണ്. ഭാവിയിൽ ഇന്നതുണ്ടാവും എന്ന് വിചാരിച്ച് നമ്മൾ സമയം വെറുതെ കളയുന്നു. ഇനി എന്താ ആഗ്രഹം? ഉണ്ണിയുണ്ടായി വേൾപ്പിച്ചതിലൊരു ഉണ്ണിയുണ്ടായി കണ്ടാവൂ ഞാനെന്നും കോണിക്കൽ തന്നെ വന്ന നിലമിനി കാണമെന്നെടുപ്പിക്കരുതെന്നും യുദ്ധമോരോന്നു ചിന്തിച്ചിരിക്കവേ ചത്തുപോകുന്നു പാവം ശിവ. വളരെ നന്നായിട്ട് എഴുതിയേക്കണം അല്ലേ. ഉണ്ണിയുണ്ടായി വേൾപ്പിച്ച് അതിലൊരു ഉണ്ണിയുണ്ടായി കണ്ടാവൂ ഞാനെന്നും. അത് നമ്മുടെ മക്കൾ, നമ്മുടെ ജീവിതം തുടങ്ങി നമ്മളിപ്പോൾ വാർദ്ധക്യത്തിലെത്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കൾ വലുതായി, അവരെന്നെ ഒന്ന് വേളി കഴിപ്പിക്കണം. അത് കഴിഞ്ഞിട്ടോ ആ വേളി കഴിപ്പിച്ചാൽ മതിയോ? അതിലൊരു ഉണ്ണി ഉണ്ടായിട്ട് കാണണം. അതായത് എനിക്കൊരു പേരക്കുട്ടീനെ കാണണം. ചിലരൊക്കെ അങ്ങനെ പറയുക ചെയ്യും, എത്രയും വേഗം പെട്ടെന്ന് ആവണം കേട്ടോ, കാരണം എനിക്ക് എന്നിട്ട് വേണം മരിക്കാൻ, ഈ കുട്ടീനെ കണ്ടിട്ട് വേണം മരിക്കാൻ, അല്ലെങ്കിൽ ഒരു യോഗം ഉണ്ടാവില്ല എന്ന്. അപ്പോൾ ഉണ്ണി പോരാ, ഉണ്ണി ആദ്യം ഉണ്ടായി, അത് വലുതായി, അതിലൊരു ഉണ്ണി ഉണ്ടാവണം. ഇങ്ങനെ ആഗ്രഹങ്ങൾക്ക് ഒരു ക്ഷാമമില്ല. കോണിക്കൽ തന്നെ വന്ന നിലവിനി കാണമെന്നെടുപ്പിക്കരുതെന്നും. നമ്മുടെ മുന്നിൽ തന്നെ കാണാൻ പറ്റുന്ന സ്ഥലത്ത് തന്നെ നമ്മുടെ വീടിൻ്റെ പറമ്പ്, അതിൽ നിലം, പണ്ടൊക്കെ ഇങ്ങനെ പാട്ടത്തിന് നിലം കൊടുക്കലൊക്കെ ഉണ്ടല്ലോ, അതിനി കൊടുക്കുന്നില്ല. അങ്ങനെ എന്താണ്, എൻ്റെ വീട്ടുകാർക്ക് തന്നെ, അതായത് എൻ്റെ മക്കൾക്കും അവരുടെ മക്കൾക്കും അനുഭവിക്കാനുള്ളതാണത്. അപ്പോൾ പാട്ടത്തിനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഭൂമിയൊക്കെ ചിലപ്പോൾ നഷ്ടപ്പെട്ടു എന്ന് വരും. അതൊന്നും വേണ്ട, ഇനി കാണാമെന്ന് അടുപ്പിക്കരുതെന്നും എന്നാണ്. യുദ്ധമോരോന്ന് ചിന്തിച്ചിരിക്കവേ മനക്കോട്ട കെട്ടി എവിടെ എത്തി, ആകാശം മുട്ടെത്തി. അപ്പോഴേക്കും ദേ കിടക്കണോ, ചത്തുപോകുന്നു പാവം ശിവ. എന്തിനിത്ര പറഞ്ഞു വിശേഷിച്ചും ചിന്തിച്ചിടുവീനോവോളമെല്ലാരും കർമ്മത്തിൻ്റെ വലുപ്പവും ഓരോരോ ജന്മങ്ങൾ പലതും കഴിഞ്ഞെന്നതും. എന്തിനാണ് ഞാനിതൊക്കെ പറഞ്ഞു തന്നേന്നറിയോ? ചിന്തിച്ചിടിൻ, എല്ലാവരും ചിന്തിക്കിൻ. ഈ നമ്മൾ ചെയ്തത് മുഴുവനും വിഡ്ഢിത്തരങ്ങളാണ്, ഇട്ട് നിങ്ങളുടെ തലയിൽ കയറട്ടെ എന്നാണ്.
ആ കർമ്മത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഈ ഭൂമിയിൽ നിന്നാണ് കർമ്മങ്ങൾ നമുക്ക് കിട്ടുന്നത്. ആ കർമ്മങ്ങൾ കഴിഞ്ഞ ജന്മങ്ങൾ നമ്മൾ പറഞ്ഞു, ജന്മങ്ങൾ പലതും കഴിഞ്ഞു, എത്രയോ ജന്മങ്ങൾ കഴിഞ്ഞിട്ട് വിശിഷ്ടമായിട്ടുള്ളൊരു ജന്മം കിട്ടിയതാണ്. അപ്പോൾ അതിൽ നമ്മൾ ചെയ്തു തീർക്കേണ്ട കർമ്മങ്ങളുണ്ട്. ആ കർമ്മങ്ങൾ ദയവ് ചെയ്ത് അതുപോലെ അതിൻ്റെ രീതിയിൽ ചെയ്തു തീർക്കൂ, ഇതൊക്കെ ഒന്ന് ചിന്തിക്കൂ എന്നാണ് പറഞ്ഞത്. കാലമിന്നു കലിയുഗമായതും ഭാരതഖണ്ഡത്തിൻ്റെ വലിപ്പവും അതിൽ വന്നു പിറന്നതുമെത്ര നാൾ പഴുതേ തന്നെ പോയ പ്രകാരവും. കലിയുഗമാണല്ലോ. അപ്പോൾ ആ കലിയുഗത്തിൽ ഭാരതഖണ്ഡത്തിലാണ് നമ്മൾ ജനിച്ചിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ഭാരതമഹിമയെ പറ്റി പറഞ്ഞപ്പോൾ ഇതെല്ലാം പറഞ്ഞ കാര്യമാണ്. കലിയുഗത്തിലെ ഭഗവാനിലേക്ക് എത്താൻ ഏറ്റവും എളുപ്പമെന്നാണ് പറയുന്നത്. കാരണം നാമസങ്കീർത്തനം മാത്രം മതി, ഏറ്റവും എളുപ്പ വഴിയാണ്. അത് കലിയുഗത്തിൽ ജീവിക്കുമ്പോൾ മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ട് യുഗം കലിയുഗമായിട്ടുണ്ട്. മാത്രമല്ല നമ്മൾക്ക് ജന്മം കിട്ടിയിരിക്കുന്നത് ഭാരതഖണ്ഡമാണ്. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കൂ. അതിൽ വന്ന് പിറന്നതും എത്ര നാൾ പഴുതേ തന്നെ പോയ പ്രകാരവും. ഇപ്പം ഞാനതിൽ വന്ന് ജനിച്ചിട്ട് ഇന്ന് വരെ എന്താണ് ഞാൻ ചെയ്തത് എന്നതിനെപ്പറ്റി ഞാൻ ചിന്തിച്ചിട്ടില്ല. അപ്പം നമ്മുടെ സമയം മുഴുവനും വെറുതെ വേസ്റ്റാവുകയാണ് ചെയ്തത്. ഇത്രയും അതിൽ വന്ന് പിറന്നിട്ട് ഇത്രയും കാലമൊക്കെ ഞാൻ വേസ്റ്റാക്കി. ഇനിയെങ്കിലും അവസാന കാലത്തെങ്കിലും ദയവ് ചെയ്ത് തിരുനാമ സങ്കീർത്തനം, ഭഗവാന്റെ സങ്കീർത്തനം അല്ലെങ്കിൽ ഭഗവാന്റെ നാമങ്ങൾ ഉരുവിട്ട് ഭഗവാനിലേക്ക് സമർപ്പണം ചെയ്ത് ജീവിക്കൂ എന്ന് ഉപദേശിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ജന്മങ്ങൾ വെറുതെ പാഴായിപ്പോയി. അയ്യോ, ജന്മങ്ങൾ പാഴായതല്ല, ജന്മമാണ് ഇപ്പം കിട്ടിയ ജന്മങ്ങൾ കുറേ കഴിഞ്ഞു. അത് മാത്രമല്ല ഇപ്പം കിട്ടിയ വിശിഷ്ട ജന്മത്തിൽ ഇത്രയോ ദിവസം 65 വയസ്സായി, 65 വയസ്സ് വരെ ഭഗവാനെ ചിന്തിച്ചിട്ട് പോലുമില്ല. അപ്പോൾ ഇത്രയും കാലം വെറുതെ പോയില്ലേ? ഇനി എത്ര കാലം ആയുസ്സുണ്ടെന്ന് അറിയില്ലല്ലോ. അതാണ് അടുത്ത് വരുന്നത്. ആയുസ്സിൻ്റെ പ്രമാണമില്ലാത്തതും ആരോഗ്യത്തോടിരിക്കുന്ന അവസ്ഥയും ഇന്നു നാമ സങ്കീർത്തനം കൊണ്ടുടൻ വന്നുകൂടും പുരുഷാർത്ഥമെന്നതും ഇനിയുള്ള നരക ഭയങ്ങളും ഇന്നു വേണ്ടും നിരൂപണമൊക്കെയും എന്തിനു വൃഥാ കാലം കളയുന്നു വൈകുണ്ഠത്തിനു പൊയ്ക്കൊള്ളുവിനെല്ലാവരും. വളരെ നന്നായിട്ട് പറയുന്നുണ്ട്. ആയുസ്സിന് പ്രമാണമൊന്നുമില്ല കേട്ടോ. എപ്പോൾ വേണമെങ്കിൽ മരണം വരാം. ഇത്ര കാലം ജീവിച്ചിരിക്കുന്ന യാതൊരു ഉറപ്പുമില്ല. ഇനി അഥവാ ജീവിച്ചിരിക്കുകയാണെങ്കിൽ തന്നെ ഇത് ആരോഗ്യത്തോടെ ഇരിക്കുക എന്നുള്ളതിന് വല്ല ഉറപ്പുണ്ടോ? അതുമില്ല. അതുകൊണ്ട് ഉള്ള കാലത്ത്, ആരോഗ്യം ഉള്ള കാലത്ത് നമ്മൾക്ക് ദയവ് ചെയ്ത് ഭഗവാനിലേക്കുള്ള ഒരു പടിയെങ്കിലും നമ്മൾ നീങ്ങണം എന്നാണ് പറയുന്നത്. ഇന്ന് നാമസങ്കീർത്തനം കൊണ്ടുടൻ വന്നുകൂടും പുരുഷാർത്ഥമെന്നതും. അപ്പോൾ നമ്മളുടെ മനസ്സിൽ നിന്ന് അനാവശ്യ ചിന്തകൾ എപ്പോഴും ഒഴിവാക്കണം. എന്താണ്? ക്രോധം, മാത്സര്യം, അസൂയ, കുശുമ്പ്, കുനിട്ട് എന്നൊക്കെ പറയില്ലേ, ഇതെല്ലാം ഒഴിവാക്കിയിട്ട് നമ്മുടെ മനസ്സ് വളരെ ശുദ്ധമാക്കണം. മതമത്സരം വേണ്ട, നമ്മുടെ മനസ്സിൽ വേണ്ട, ആവശ്യമേ ഇല്ല എന്നാണ്. അപ്പം ഇങ്ങനെയുള്ള നരകഭയങ്ങൾ, ഇനിയും നമ്മൾ പാപങ്ങൾ അല്ലെങ്കിൽ ചിത്തപ്രവൃത്തികൾ ചെയ്താൽ നാമസങ്കീർത്തനം കൊണ്ട് നമുക്ക് പുരുഷാർത്ഥമാണ് ലഭിക്കുന്നത്, മോക്ഷം. അതേ സമയത്ത് ചീത്തപ്രവൃത്തികൾ ചെയ്താൽ നരകം ഭയം ഉണ്ട്, അല്ലെങ്കിൽ നരകത്തിൽ പോകേണ്ടി വരുമെന്നുള്ളൊരു ഭയം നമുക്ക് വേണം. ഇതൊക്കെ ഇനിയെങ്കിലും ഉള്ള കാലം വൃഥാ കളയുന്നത്. വൈകുണ്ഠത്തിന് പൊയ്ക്കൊള്ളുകിനെല്ലാവരും എന്നാണ്. എല്ലാവരും ദയവ് ചെയ്ത് വൈകുണ്ഠത്തിലേക്ക് എത്താനുള്ള വഴി തേടൂ. എന്ത് നന്നായിട്ടാണ് ഉപദേശിക്കുന്നത്. കണ്ട കാര്യങ്ങൾ, നമ്മുടെ ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങൾ പച്ചയ്ക്ക് വരച്ച് കാട്ടുക എന്ന് പറയില്ലേ, അതേപോലെ വളരെ കൃത്യതയോടെയാണ് കവി പറയുന്നത്. നല്ല നല്ല വരികളുമാണ്, വളരെ സിമ്പിളായിട്ടുള്ള വരികളുമാണ്. തത്വശാസ്ത്രമൊക്കെ കുറേ കഴിഞ്ഞു. ഇതൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അർത്ഥം മനസ്സിലാവുന്ന വരികളാണ്. വളരെ കുറച്ച് മാത്രമേ അർത്ഥം പറയാനും ഉള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഇത് ഉൾക്കൊണ്ട് ജീവിക്കണം എന്ന് കവി നമ്മളെ ഉപദേശിക്കുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞില്ല, ഇനിയും തുടരും അടുത്ത ദിവസം. ഓക്കെ. അസ്മിൻ പരാത്മനുപാത്മകൽപ്പേ ത്വമിദ്ധമുദ്ധാവിത പത്മയോനി
അനന്തഭൂമാ മമ രോഗരാശിം നിരുന്ധിവാതാലയ വാസവിഷ്ണോ.